ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമിഴിലും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡിൻ്റെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക തീരുമാനം ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 90% അല്ലെങ്കിൽ 95% സ്ഥലത്തും ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്കിപ്പോൾ ആമസോണിലും അവിടെയൊക്കെ മാത്രം തന്നെ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഷോപ്പിലും, പ്രത്യേകിച്ച് അത്യാവശ്യം ഹൈ എൻഡ് ഷോപ്പിലടക്കം ഈ സാധനം ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നിങ്ങൾക്കറിയാം, റീസെൻ്റ്ലി ഇപ്പോൾ പുതിയ റൂളൊക്കെ വന്നിട്ട് നമ്മുടെ മെർച്ചൻസിന് വേണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ഓൺ UPI വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2000 മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ ഇപ്പോൾ ചാർജ് പിടിക്കുന്നുണ്ടല്ലോ UPI ട്രാൻസാക്ഷന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മളിപ്പോൾ ബേക്കറി പോകുമ്പോഴും അതുപോലെ തന്നെ നോർമൽ പർച്ചേസുകൾക്കും പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോഴേക്കും പാല് വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ ഫുൾ UPI ഉപയോഗിക്കാറ്. പക്ഷേ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഒറ്റ സ്ഥലത്തും ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാം ഡിസേബിളായിട്ട് എടുക്കുകയാണ് ക്രെഡിറ്റ് കാർഡ്. നോർമൽ ബാങ്ക് UPI മാത്രമേ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും നിങ്ങൾ UPI ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് നഷ്ടമാണ്. വൺ നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. തല്ലിപ്പൊളി ഒടുക്കത്തെ ഒരു എന്താ പറയുക വേസ്റ്റ് മൂന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ RBIയുടെയും NPCIയുടെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത് ഈ ചാർജ് വെച്ചാലാണ് ഇപ്പോൾ ഇങ്ങനെ വന്നേക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ സാധനത്തിനും ചാർജ് വരത്തി വെക്കാൻ പോകാന്നാണ് പറയുന്നത്. വെച്ചാൽ കൺവീനിയൻസ് ഫീ വരാൻ പോകുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതായത് നോർമൽ നമ്മൾ ചെയ്യുന്ന UPI ട്രാൻസാക്ഷനൊക്കെ കൺവീനിയൻസ് ഫീ വരാൻ പോകുക. അപ്പോൾ ഈ 80% ഈ UPI ട്രാൻസാക്ഷന് വന്ന എല്ലാ സംഭവം പോയി കിട്ടും. 10 പൈസക്ക് ഞാൻ ഉപയോഗിക്കാണ്ടാവും. അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല ഇടിവെട്ട് തല്ലിപ്പൊളി മൂവ് തന്നെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ക്രെഡിറ്റ് UPI വർക്കിംഗ് അല്ലാണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് എന്താ ഉപയോഗം? ക്രെഡിറ്റ് കാർഡ് അല്ല, അതായത് UPI ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് എന്താ ഉപയോഗം? നമ്മൾ നോർമലി ഇപ്പോൾ എല്ലാവരും മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ചായ കുടിക്കുന്നതിന് തന്നെ പേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ കിവി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കിവി കാർഡ് ഉള്ളവർക്കൊക്കെ തനി വേസ്റ്റായി കെട്ടിമ്പൂട്ടി വെച്ച് കയ്യിൽ വെക്കാം. അതല്ലാണ്ട് വേറെ ഉപയോഗവും ഇല്ല. എന്താ വേണമെങ്കിൽ നമ്മുടെ ആമസോണിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ആമസോണിൽ ഉപയോഗിക്കാൻ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ആവശ്യമില്ലല്ലോ. നമുക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ പോരെ. അപ്പം ശരിക്കും നല്ല ഇടിവെട്ട് തല്ലിപ്പൊളി മൂവ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ ട്രൈ നോക്കിയാണ്. ഒരാഴ്ചയായിട്ട് ഇപ്പോൾ സാധനം ട്രൈ നോക്കുകയാണ്. ഞാൻ നോർമൽ ഉപയോഗിക്കുന്ന ഒരു അത്യാവശ്യം ഏറ്റവും ബേസ് ലൈൻ കാറ്റഗറിയിൽ വരുന്ന കടകളിൽ നോക്കി, ഒരു മീഡിയം കാറ്റഗറിയിൽ കടകളിൽ നോക്കി, അത്യാവശ്യം സൂപ്പർ മാർക്കറ്റിൽ നോക്കി, എല്ലായിടത്തും ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാണ്. നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ഷോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 9 എണ്ണത്തിലും ഡിസേബിൾ ചെയ്ത് വെച്ചേക്കാണ്. ഒരു 10 എണ്ണത്തിൽ മാത്രം ഒരു ഹൈ എൻഡ്, ഭയങ്കര ഹൈ എൻഡ് ഷോപ്പ് എന്നൊക്കെ പറയാം. അതിന് നമുക്ക് പിന്നെ എന്തായാലും അവിടെ എടുക്കാണ്ട് സംഭവങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും UPI ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് UPI ഫുള്ളി അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ എൻ്റെ ഫുൾ മാർക്കറ്റ് ഇടിയിട്ടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓൾമോസ്റ്റ് ഇപ്പോൾ UPI ട്രാൻസാക്ഷനൊക്കെ നമ്മുടെ ടോട്ടൽ ട്രാൻസാക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% UPIയിലാണ് ട്രാൻസാക്ഷൻ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അത് ഇനി വൻ ഇടി വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നോർമലി കൺവിൻസ് വരാൻ പോവാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇടി. ഓൾറെഡി ഒരു സർവേ സംഭവങ്ങളൊക്കെ ഒരു പുറത്തുവിട്ടുണ്ടായിരുന്നു. എനിക്കത് ഏത് ആൾക്കാരെ പുറത്തുവിട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. കൺവിൻസ് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ 69% UPI ട്രാൻസാക്ഷൻ ഇടിയെന്നാണ് ഓൾറെഡി ആ സർവേയിൽ വന്നേക്കുന്നത്. അപ്പോൾ ഫുള്ളി UPIന്റെ എല്ലാ പരിപാടിയും നിൽക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ഇനിയിപ്പോൾ കുറേ പേര് ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് എല്ലാവരും UPI ക്രെഡിറ്റ് കാർഡ്സിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ UPI ക്രെഡിറ്റ് കാർഡ്സ് ഇട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നോർമൽ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ വിസയുടെയും മാസ്റ്റർ കാർഡിന് അത്യാവശ്യം നമുക്ക് ഈ എയർപോർട്ട് ലഞ്ചസൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സും സംഭവം. പിന്നെ പോരാത്തതിന് ഇന്റർനാഷണലി എന്ന് വെച്ചാൽ രണ്ടും ഇന്റർനാഷണൽ ബ്രാൻഡാണ്, ഒരു അമേരിക്കൻ ബ്രാൻഡ്. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഓഫേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നണം ഇനിയിപ്പോൾ വലിയ UPI ക്രെഡിറ്റ് കാർഡ് പോയാൽ ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. വെച്ചാൽ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഇടിഞ്ഞു പോകും. ഇനിയിപ്പോൾ കൺവിൻസ് വന്നു കഴിഞ്ഞാൽ ഫുൾ UPI ഇടിഞ്ഞു പോകും. നോർമൽ UPI അടക്കം ഇടിഞ്ഞു പോകും. പിന്നെ പോരാത്തതിന് ഇപ്പോൾ പുതിയ റൂൾസും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് ലിമിറ്റ് വരാൻ പോവാണ് UPI ട്രാൻസാക്ഷനിൽ. ഗൂഗിൾ പേയിലും ഫോൺ പേയിലൊക്കെ ഉപയോഗിക്കാവുന്നത് ഡെയിലി ലിമിറ്റ് വരാൻ പോവാണ്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട്. നമ്മൾ 2ാം ചാനലിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും കാര്യം തീരുമാനമായിട്ടാ. ഇപ്പോൾ എല്ലാ റൂളും ഇപ്പോൾ ഓൾമോസ്റ്റ് ഇടിഞ്ഞിടിഞ്ഞ് വരുമ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ആക്സിസ് ബാങ്ക് കണ്ട വീഡിയോ ഉണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു നോക്കുക. അതിൻ്റെയും ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ടെക് ന്യൂസ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആണ്. കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബൈ.